ഹലോ ഗൈസ്, മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, മഹാലക്ഷ്മിയുടെ പ്രാർത്ഥന കേൾക്കുമോ എന്നൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരുടെ സംശയം, അല്ലേ കൂട്ടുകാരെ? എന്തായാലും മഹാലക്ഷ്മി അമ്മയും കൂടെ ക്ഷേത്രത്തിൽ പോയി മനമുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. മഹാലക്ഷ്മി പ്രാർത്ഥിക്കുന്നത് തന്റെ കണ്ണേട്ടൻ എത്രയും വേഗം നടന്ന് കാണാൻ വേണ്ടിയാട്ടോ. അപ്പൊ അതേസമയം തന്നെ ഇപ്പുറത്ത് നമ്മുടെ തോമസ് വൈദ്യര് കണ്ണന്റെ അടുത്തും നമ്മുടെ മാർക്കോന്റെ അടുത്തും അനന്തുവിന്റെ അടുത്തും പറയുന്നുണ്ട്, മഹാലക്ഷ്മിയെ പോലുള്ള നിഷ്കളങ്കതയുള്ള ഒരു പെൺകുട്ടിയുടെ പ്രാർത്ഥന, നിഷ്കളങ്കതയുള്ള ഒരു പെൺകുട്ടിയുടെ പ്രാർത്ഥന ദൈവം ഒരിക്കലും കൈവിടില്ല എന്ന് പറയുകയാണ്. ആ സെയിം സമയം തന്നെ നമ്മുടെ അനന്തുവിന്റെയും മാർക്കോന്റെയും കൈപിടിച്ച് നമ്മുടെ കണ്ണൻ എഴുന്നേറ്റ് നടക്കുകയാണ് കൂട്ടുകാരെ. അതെ അതെ, അത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാട്ടോ. പക്ഷെ ഈ ഒരു കാഴ്ച ആരും കൂടെ കാണുന്നുണ്ട്, നമ്മുടെ സാഗർ കാണുന്നുണ്ട്. അപ്പൊ സാഗറിന് ഭയങ്കര സന്തോഷമാവട്ടെ. സാഗർ ഇപ്പൊ മൊത്തത്തിൽ മാറിപ്പോയല്ലോ. അപ്പൊ നമ്മുടെ വൈദ്യർ നമ്മുടെ സാഗറിനോട് പറയുന്നുണ്ട്, സാഗറെ, നീ ഈ കണ്ട കാഴ്ച വേറെ ആരോടെങ്കിലും നീ പറഞ്ഞ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ വൈദ്യര് നമ്മുടെ സാഗറിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടേ. അപ്പുറത്ത് നമ്മുടെ മേഘനാഥനാണെങ്കിൽ കണ്ണിന്റെ ആ ഒരു ഈർച്ചയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്മി ഇങ്ങനെ നിൽക്കുക. എന്നിട്ടും പറയുന്നുണ്ട്, ശത്രുക്കളെ പതർപ്പിക്കാൻ, ശത്രുക്കളെ ഇടിച്ചിടാൻ വേണ്ടി ഞാൻ ഇനി എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞു മേഘനാഥൻ പിന്നെ കട്ട വാശിയിലാട്ടോ. അപ്പുറത്ത് നമ്മുടെ കണ്ണൻ ധാരയിൽ ഇങ്ങനെ കിടത്തിയിരിക്കുന്നതും കാണാം. നമ്മുടെ മാർക്കോയും അനന്തും ആണെങ്കിൽ കുറെ നേരം ഉറക്കം നിന്ന് ഭയങ്കര ക്ഷീണത്തിൽ മയങ്ങി പോകുന്നതും കാണാം. അപ്പൊ കണ്ണനോട് ഒറ്റയ്ക്കാട്ടോ. അനന്തവും മാർക്കോയും ഉറങ്ങിപ്പോയി. അപ്പൊ ഇനി അവിടെ എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിനി അറിയണം, അല്ലെ? കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.